ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിൻ്റെ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വൃത്തവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ് സം ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് കണക്റ്റഡ് വിത്ത് സർക്കിൾസ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം മോർ ഐഡിയാസ് കണക്റ്റഡ് വിത്ത് സർക്കിൾസ്. വൃത്തവുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയം കൂടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഒരു വ്യാസം വൃത്തത്തെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. എ ഡയാമീറ്റർ divides a circle into two equal parts. For example, here in this circle, here we can see AB is the diameter of the circle, which passing through the center of the circle. And this diameter AB divides the circle into two equal parts. First one, this one, AB. We can see, we can name it as APB. See, this APB is a semicircle, and also there is another semicircle in the lower side. Here, AQB is another semicircle. So, the diameter AB divides the circle into two equal parts or two semicircles. വ്യാസം വൃത്തത്തെ രണ്ട് തുല്യ ഭാഗമാക്കുന്നു, അല്ലെങ്കിൽ വൃത്തത്തെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി വിഭജിക്കുന്നു. And angle in the semicircle is always 90 degree. Here, if we join the ends of this diameter to a point P on the upper side of the circle, we will get an angle here APB. This is a right angle. And if you are joining these endpoints to this point here also we will get a right angle. അപ്പോൾ രണ്ടും റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടു. ഇനി what about a chord other than diameter? വ്യാസമല്ലാത്ത ഒരു ഞാനാണ് വരയ്ക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? A chord other than diameter divides the circle into two parts, but they are not equal. വ്യാസമല്ലാത്ത ഒരു ഞാണ് വരച്ചു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇത് വ്യാസമല്ലാത്ത ഒരു ഞാൻ വരച്ചു കഴിഞ്ഞാൽ ആ ഞാൻ വൃത്തത്തെ രണ്ട് ഭാഗമാക്കുന്നു. പക്ഷെ അതെന്തല്ല, രണ്ട് തുല്യ ഭാഗങ്ങളല്ല. രണ്ട് ഭാഗമാക്കും, പക്ഷെ രണ്ട് തുല്യ ഭാഗങ്ങൾ അല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, അങ്ങനെ രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് വലിയ ഭാഗം, ഒന്ന് ചെറിയ ഭാഗം. മുകളിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുന്നുണ്ട്. ഇത് വൃത്തത്തിന്റെ നല്ലൊരു പങ്കും ഇത് ഉൾപ്പെടുന്ന ഭാഗമാണ്, ഇത് വലിയ ഭാഗമാണ്. എന്നാൽ ലോവർ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഇതൊരു ചെറിയ ഭാഗമാണ്. അപ്പൊ ഈ ഒരു ഞാണ് ഇത് വ്യാസമല്ലാത്ത ഞാന് വൃത്തത്തെ രണ്ട് ഭാഗങ്ങളാക്കുന്നു, പക്ഷെ രണ്ട് തുല്യ ഭാഗമല്ല. പക്ഷെ ഈ ഓരോ ഭാഗത്തിലും ഉണ്ടാകുന്ന കോണുകൾ തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച് ഇങ്ങോട്ട് വരച്ചു ഈ ആംഗിൾ അല്ലെ, ഈ ആംഗിൾ. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരച്ചാലും ആ ആംഗിൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടുത്തെ നമുക്ക് ഈ ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കാം. We can now try to connect the angles of these two. Is there any relation between these two angles? എന്താ ഈ രണ്ട് കോണുകളുടെ പ്രത്യേകത? ഒന്ന്, ഈ ഞാണിന്റെ അഗ്രബിന്ദുക്കളെ ഈ വൃത്തഭാഗത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണാണ് ഇത്. മറ്റേതോ ഈ ഞാണിന്റെ അഗ്രങ്ങളെ കേന്ദ്രവുമായി യോജിപ്പിച്ചുണ്ടാക്കുന്ന കോണ്. ഈ രണ്ട് കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഇവിടുത്തെ ഈ ഒരു ആംഗിള് എക്സ് ഡിഗ്രി എന്ന് സങ്കല്പിക്കും. ഇപ്പുറത്തെ ഈ ഒരു ആംഗിളിനെ ഇതിനെ നമ്മൾ വൈ ഡിഗ്രി എന്നും സങ്കല്പിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദിസ് ട്രയാങ്കിൾ? ദിസ് ട്രയാങ്കിൾ ഈസ് ആൻ ഐസോസിസ് ട്രയാങ്കിൾ. Now we can name it as here C എന്ന് കൊടുക്കാം, ഇവിടെ A എന്ന് കൊടുക്കാം, ഇവിടെ ഞാൻ B എന്ന് കൊടുത്തു, ഇവിടെ C എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ദിസ് ട്രയാങ്കിൾ ABC? ഈ ത്രികോണം ABC എന്ന് പറയുന്നത്, ഈ ചെറിയ ത്രികോണം ഇതൊരു സമപാർശ്വ ത്രികോണാണ് അല്ലേ? കാരണം എന്താണ്, ഈ CBയും അതുപോലെ CAയും ആരങ്ങളായതുകൊണ്ട് സമപാർശ്വ ത്രികോണാകുമ്പോൾ ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? ഇതും എക്സ് ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ AB, ഇവിടെ O എന്ന് കൊടുക്കാം, സെന്റർ ഇട്ടാ, അല്ലെങ്കിൽ ഇവിടെ രണ്ടിടത്ത് C വരില്ലേ. അപ്പൊ ഇതേ ട്രയാങ്കിൾ ഇവിടെ എടുക്കാം നമുക്ക്. ഏതാ? BOC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. BOC ട്രയാങ്കിൾ. ഈ BOC എന്ന് പറയുന്ന ട്രയാങ്കിളും എന്താണ്? ഐസോസിസ് ട്രയാങ്കിൾ ആണ് അല്ലെ, സമപാർശ്വ ത്രികോണാണ്. കാരണം ഈ OB അഥവാ OC എന്ന് പറയുന്നത് ഇത് രണ്ടും എന്താണ്? ഇതും ആരം അല്ലെ, ഇവിടെ ഇതും ആരായി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ വൈ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ത് തന്നെയായിരിക്കും?
ഡിഗ്രി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ? ഈ ആംഗിൾ എന്തായിരിക്കും? ഇതൊരു ട്രയാംഗിൾ ആണ്, ത്രികോണമാണ്. ത്രികോണത്തിലെ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രികോണത്തിൽ 3 കോണും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് മൂന്നാമത്തെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതും ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 കുറച്ച് കിട്ടുന്നത് അല്ലേ. അപ്പൊ എത്ര വരും ഇവിടെ? 180 മൈനസ് 2x എന്നാണ് ഇവിടുത്തെ ആംഗിൾ വരും. ഇനി ഇവിടുത്തെ ആംഗിൾ ഇത് y പ്ലസ് y 2y. അപ്പൊ ഇവിടുത്തെ ഈ ആംഗിളും എന്ത് വരും? 180 മൈനസ് 2y എന്ന് പറയും അല്ലേ. അപ്പൊ ഇത് 180 മൈനസ് 2x, ഇത് 180 മൈനസ് 2y. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് സെന്റർ ഓഫ് ദി സർക്കിൾ. ഇത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്. വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും ഇപ്പൊ 3 കോണുകൾ നമുക്ക് കാണാനുണ്ട്. ഒന്ന് ഈ ആംഗിള്, മറ്റൊന്ന് ഈ ആംഗിള്, പിന്നെ ഒരു കോണ് ബാക്കിയുണ്ട്, അതാണ് ഈ ആംഗിള്. അപ്പൊ ഇത് 180 മൈനസ് 2x, ഇത് 180 മൈനസ് 2y. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും നമുക്കറിയാം ആകെ പോകുന്നത് ആംഗിൾ അറൌണ്ട് ദി സെന്റർ ഓഫ് സർക്കിൾ ഈസ് 360. സോ we can find what is the measure of this remaining angle. ഈ ശേഷിക്കുന്ന കോണിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 360 മൈനസ് എന്ത് ചെയ്യണം? 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y അല്ലേ. ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ എന്ത് വരും നോക്കിയേ? 360 കുറയ്ക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ 180 മൈനസ് 2x അല്ലെ, ഇവിടെ 180 മൈനസ് 2y എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് ഓഫ് ഇത് 180 കൂട്ടുമ്പോൾ 360 മൈനസ് 2x മൈനസ് 2y. അപ്പൊ ഇവിടെ 360 മൈനസ് ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ 360 കുറയ്ക്കണം. 360 ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് എന്തായി? പ്ലസ് 2x. അതുപോലെ ഈ മൈനസും വരുമ്പോൾ പ്ലസ് 2y എന്നായി. അപ്പൊ 360 മൈനസ് 360 ക്യാൻസൽ ആയി, ബാക്കി എന്ത് വന്നു? 2x പ്ലസ് 2y എന്നായി. ഇതിൽ കോമൺ ആയിട്ട് 2 ഉണ്ട്, 2 പുറത്ത് 2 ഇൻറ്റു x പ്ലസ് y എന്നായി മാറി ഈ ആംഗിൾ. കണ്ടാ? 2 ഇൻറ്റു x പ്ലസ് y. അപ്പൊ നോക്കിയേ, ഈ ആംഗിൾ ഇത് മാത്രം x, ഇത് മാത്രം y. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തില് ഈ ആംഗിൾ ബി എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്? ഇത് x പ്ലസ് y എന്നാണ് ആംഗിൾ ബി. ഇവിടെയോ 2 ഇൻറ്റു x പ്ലസ് y. ചുരുക്കം പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ആംഗിളിന്റെ പകുതിയാണ് ഈ ആംഗിൾ. അപ്പൊ നമ്മൾ കണ്ട പ്രത്യേകത എന്താണ്? വ്യാസമല്ലാത്ത ഒരു ഞാണ് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കുന്നു. 2 തുല്യ ഭാഗമല്ല, ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. വലിയ ഭാഗത്തിലെ ഏതൊരു ബിന്ദുവും ഞാനിന്റെ അഗ്രബിന്ദുക്കളുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണിന്റെ അളവ് ഞാനിന്റെ അഗ്രബിന്ദുക്കളെ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണിന്റെ അളവിന്റെ പകുതിയാണ്. അപ്പൊ എന്താണ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എന്ത് പറയാം? ദി ആംഗിൾ നമുക്ക് നോക്കാം. The event one chord which is not a diameter divides the circle into 2 parts but they are not equal, and the angle made by joining the endpoints of the chord to a point on the large part of the circle is the half of the angle made by joining the ends of the chord to the center of the circle. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഒരു ആശയം. ഇപ്പൊ ഒറ്റ ആശയമുള്ളൂ. ഇവിടുത്തെ ഈ ആംഗിള് എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ. തിരിച്ചു വേണമെങ്കിൽ പറയാം, ഇവിടെ വരുന്ന ആംഗിളിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരിക. ഈ ഒരു ആശയമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഞാൻ ഏതാനും കണക്കുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇതുവരെ പഠിച്ച ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും കണക്കുകൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഏതാനും ചെറിയ കണക്കുകൾ നമുക്ക് നോക്കി നോക്കാം. ഒരു വൃത്തം വരച്ചു, വൃത്തത്തിന്റെ കേന്ദ്രമാണ് സി. ഞാനിതാ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ ഒരു വ്യാസം വരച്ചു. ആ വ്യാസത്തിന് ഞാൻ എ ബി എന്ന പേര് കൊടുത്തു. ഞാൻ എന്നിട്ട് മുകൾ ഭാഗത്ത് ഒരു ബിന്ദു മാർക്ക് ചെയ്തു, ഇവിടെ പി. ഇവിടെ വേറെ ബിന്ദു മാർക്ക് ചെയ്തു, ക്യൂ. ആൻഡ് വാട്ട് അബൌട്ട് ദി ആംഗിൾ എ പി ബി? ആംഗിൾ എ പി ബി എന്തായിരിക്കുന്നു ഇതാണ് ചോദ്യം. ഞാൻ ഇവിടെ നിങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ആംഗിൾ എ പി ബി എന്നാണ് ചോദ്യം. ഈ ആംഗിൾ എ പി ബി എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാലോ, ആംഗിൾ വിൽ ബി റൈറ്റ് ആംഗിൾ അല്ലേ. എന്താ കാരണം? ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഡയാമീറ്റർ joined to a point on the circle we will get a right angle അല്ലേ. ഡയാമീറ്ററിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൽ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഇങ്ങോട്ട് യോജിപ്പിച്ചു, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച് വരച്ചു. ഈ ആംഗിൾ എന്തായിരിക്കും? ഇതും എത്ര തന്നെയായിരിക്കും? ഇതും 90 ഡിഗ്രി. ഇതും എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി. ഇതാണ് നമ്മളൊരു ആശയം പഠിച്ചത് അല്ലേ. ഇനി മറ്റൊരു ആശയം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഈ വൃത്തത്തിന്മേലുള്ള ഈ പി എന്ന ബിന്ദുവിന് പകരം വൃത്തത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ബിന്ദു ഞാൻ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ യോജിപ്പിച്ച് വരച്ച് ഒരു ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ
ആ ആംഗിളിൻ്റെ അളവ് എത്രയായിരിക്കും എന്നതാണ് അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്. വേണം ഇതൊരു ഡയാമീറ്റർ, ഇവിടെ ഒരു ബിന്ദു ഞാൻ മാർക്ക് ചെയ്തു, ഇതിന് ഞാൻ പേര് കൊടുത്തു ടി. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച് വരച്ചു. ഈ ആംഗിൾ എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ആംഗിളിൻ്റെ വാല്യൂ എപ്പോഴും 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇത് 90-നേക്കാളും കൂടുതലായിരിക്കും. ഇറ്റ് വിൽ ബി ആംഗിൾ എ ടി ബി, അല്ലെ, എ ടി ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇനി ഞാനിതാ ഇവിടെ ഒരു ബിന്ദു മാർക്ക് ചെയ്തു, ഇവിടെ എസ് എന്നൊരു ബിന്ദു മാർക്ക് ചെയ്തു. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എസിലേക്ക് യോജിപ്പിച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് എസിലേക്ക് യോജിപ്പിച്ചു. വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ? ഇവിടെ ഈ എസ് എന്ന് പറയുന്ന ആംഗിൾ ഈസ് ഓൺ ഔട്ട്സൈഡ് ദി സർക്കിൾ. So what about the angle ASB? Angle ASB is always less than 90 degree. എല്ലായ്പ്പോഴും 90 ഡിഗ്രിയേക്കാളും കുറവായി. ഇതാണ് നമ്മൾ പഠിച്ചൊരു ആശയം. ഇതിൽ ഊന്നിക്കൊണ്ടൊരു കണക്കാണ് ഇനി ഞാൻ തരാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ബോർഡിൽ മാസ്റ്റർ എഴുതി വെച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായി വൃത്തം വരച്ചാൽ മുകളിലെ മൂല വൃത്തത്തിനകത്തോ വൃത്തത്തിലോ വൃത്തത്തിന് പുറത്തോ എന്ന് പറയുക. ഇഫ് യു ഡ്രോ സർക്കിൾ വിത്ത് ദി ബോട്ടം സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾസ് ആസ് ഡയാമീറ്റർ, then say what about the position of the upper corners, whether it is on the circle or outside the circle or inside the circle. നമുക്ക് നോക്കാം ഇവിടുത്തെ ആശയം എന്താണെന്ന് പറയുന്നത്. പി ക്യു എന്ന് പറയുന്ന വശം അല്ലെ, അത് ഈ താഴത്തെ ഈ വശമാണ്. അത് വ്യാസമായി ഡയാമീറ്റർ ആയിട്ട് വൃത്തം വരച്ചാൽ നോക്കിയേ, ഇവിടെ 6 എന്ന് പറയുന്ന ആംഗിൾ എത്രയാ? 110 ഡിഗ്രി ആണെങ്കിൽ വാട്ട് അബൌട്ട് ദി പൊസിഷൻ ഓഫ് ആർ? നേരത്തെ കണ്ടു നമ്മളല്ലേ, ഇത് 110 ഡിഗ്രി, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90. സോ വാട്ട് ഈസ് ദി ഇൻഡിക്കേഷൻ? 110 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90. ദാറ്റ് മീൻസ് ദാറ്റ് പോയിന്റ് ആർ ഈസ് വെരി ഗുഡ് ഇൻസൈഡ് ദി സർക്കിൾ. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദി എസ്? The angle PSQ is given that is right. 90 ഡിഗ്രിയാണ്, മട്ടകോണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് അല്ലേ. 90 ഡിഗ്രി സൂചിപ്പിക്കാൻ ഇങ്ങനെ വരയ്ക്കുക നമ്മൾ സ്ക്വയർ ആയിട്ട് അല്ലേ, പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് വര വരച്ചിങ്ങനെ ആംഗിൾ മെഷർമെന്റ് കാണിക്കുന്നത്. അത് മട്ടകോണാകുമ്പോഴാണ്. അപ്പൊ 90 ഡിഗ്രിയാണ്. എപ്പോഴാണ് ഈ ആംഗിൾ 90 ഡിഗ്രി ആവുക? അതായത് ഇഫ് ദി ലൈൻ ഡ്രോൺ ഫ്രം ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഡയാമീറ്റർ മീറ്റ് അറ്റ് ദി പോയിന്റ് ഓൺ ദി സർക്കിൾ, അതായത് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ എന്ന് വരയ്ക്കുന്ന വരകള് വൃത്തത്തിലെ ബിന്ദുവിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോഴാണ് അതെന്താവുക? 90 ഡിഗ്രി ആവുക. ദാറ്റ് മീൻസ് എസ് ഈസ് ദി പോയിന്റ് ഓൺ ദി സർക്കിൾ. ആൻഡ് വാട്ട് അബൌട്ട് ദി പോയിന്റ് ടി? ദി ആംഗിൾ മെഷർ ഓഫ് ടി ഈസ് 70 ഡിഗ്രി. കോണ് എത്രയാ? 70 ഡിഗ്രി. 90 ഡിഗ്രിയേക്കാളും താഴെ. 90 ഡിഗ്രിയേക്കാൾ താഴെയാണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും? ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇപ്പൊ 3ന്റെ ആൻസർ ആയി. എന്താണ്? ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് ഡയാമീറ്റർ പി ക്യു, പി ക്യു എന്ന് പറയുന്ന വശം വ്യാസമായി വൃത്തം വരച്ചാൽ മുകളിലെ മൂലകളായ ആർ വൃത്തത്തിനകത്തും എസ് വൃത്തത്തിലും ടി എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന് വെളിയിലുമായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഒരു ചോദ്യം ഇതാണ്, ഇഫ് യു ഡ്രോ സർക്കിൾ വിത്ത് ഡയഗ്രാംസ് ആസ് ഡയാമീറ്റർ, check whether other two corners are inside the circle, outside the circle or on the circle. ഈ ചതുർഭുജത്തിലെ തന്നിരിക്കുന്ന വികരണങ്ങള് വ്യാസമായി വൃത്തം വരച്ചാൽ മറ്റ് 2 മൂലകള് വൃത്തത്തിനകത്തോ വൃത്തത്തിന് പുറത്തോ വൃത്തത്തിലോ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് ആൻസർ കണ്ടെത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ ക്വാഡ്രിലാറ്ററിലെ 3 ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ 4ാമത്തെ ആംഗിൾ അൺനോൺ ആംഗിൾ ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി അൺനോൺ ആംഗിൾ ഓഫ് ദിസ് ഗിവൺ ക്വാഡ്രിലാറ്റർ. എങ്ങനെയാണ് ചതുർഭുജത്തിലെ 3 കോണ് തന്നാൽ 4ാമത്തെ കോണ് കണ്ടുപിടിക്കുക? വെരി നൈസ്. ഇതെവിടെ വൻ പറയുന്നുണ്ട്, ആര്? മുസ്തഫ പറയുന്നുണ്ട്. എന്താണ് മാർഗം? 3 ആംഗിളും കൂട്ടിയിട്ട് വെരി ഗുഡ് 360 നിന്ന് കുറയ്ക്കുക. നമുക്കറിയാം 105, പിന്നെ 110, പിന്നെ 55. ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടും എത്രയാ? 270. എന്നിട്ട് 360 നിന്ന് 270 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ആംഗിൾ എത്രയാണ്? ഇത് 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യണം. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡ്രോ, നമുക്ക് ഇതിൻ്റെ ഒരു പേര് കൂടെ കൊടുക്കാം. പി ക്യു
എസ് എന്ന് പേര് നമുക്ക് ഇഷ്ടമനുസരിച്ച് പേര് കൊടുക്കാം. ഇന്ന പേരിനെ കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. പേര് കൊടുത്ത് നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡയഗണൽ PR എടുക്കാം. സപ്പോസ് PR is the first diagonal and if you are drawing a circle with PR as diameter, നമ്മൾ PR എന്ന് പറയുന്ന ഒന്നാമത്തെ വികരണം വ്യാസമായിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇത് വ്യാസമായി. മറ്റ് രണ്ട് മൂലകൾ ഏതൊക്കെയാ? എസും ക്യൂവും. അപ്പോൾ വാട്ട് അബൌട്ട് എസ് ആൻഡ് ക്യൂ? ദി മെഷർ ഓഫ് ആംഗിൾ എസ് ഈസ് 90 degree. ദാറ്റ് മീൻസ് if you draw a circle with a PR as diameter, S is the point on the circle. നോക്കിയേ, PR വ്യാസമായി വൃത്തം വരച്ചാൽ ഈ എസ് എന്ന് പറയുന്ന കോണിന്റെ അളവ് 90 ഡിഗ്രി ആയതുകൊണ്ട് എസ് എന്ന് പറയുന്ന ബിന്ദു ഈ വൃത്തത്തിലെ ബിന്ദുവായിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ക്യൂ? ഇവിടെ ഈ PR തന്നെ വ്യാസമായി വൃത്തം വരയ്ക്കുമ്പോൾ മറ്റൊരു മൂല ഇവിടെ ഉണ്ട്. അതേതാ? ക്യൂ എന്ന് പറയുന്ന മൂലയുണ്ട്. ഈ ക്യൂ എന്ന് പറയുന്ന മൂലയുടെ ആംഗിൾ 55 ഡിഗ്രിയാണ്. അപ്പൊ അത് എവിടെയായിരിക്കും? അത് വൃത്തത്തിന് വെളിയിലായിരിക്കും, അല്ലേ? അപ്പൊ അതാണ് എൻ്റെ ഉത്തരം. PR വ്യാസമായി വൃത്തം വരച്ചാൽ എസ് എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിലെ ബിന്ദുവും ക്യൂ എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന് വെളിയിലും ആയിരിക്കും. എസ് ഈസ് ദി പോയിന്റ് ഓൺ ദി സർക്കിൾ ആൻഡ് ക്യൂ ഈസ് ദി പോയിന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ ഇഫ് യു ആർ ഡ്രോയിങ് എ സർക്കിൾ വിത്ത് PR as ഡയാമീറ്റർ. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ഡയാമീറ്റർ നമ്മൾ ഏതായിട്ട് എടുക്കണം? QS എന്ന് പറയുന്ന സെക്കൻഡ് ഡയഗണല് ഡയാമീറ്റർ ആയിക്കൊണ്ട് ഇത് ഡയാമീറ്റർ ആയിക്കൊണ്ട് വേറൊരു വൃത്തം വരയ്ക്കാൻ നോക്ക്. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഏതാണ്? QS എന്ന് പറയുന്ന രണ്ടാമത്തെ വികരണം വ്യാസമായിക്കൊണ്ട് വൃത്തം വരച്ചാൽ മറ്റ് രണ്ട് മൂലകൾ അപ്പോൾ ഏതായിരിക്കും? Pയും Rഉം ആയിരിക്കും മൂലകൾ. അപ്പൊ P എന്ന് പറയുന്ന ആംഗിൾ എത്രയാ? 105 ഡിഗ്രി. ആൻഡ് R എന്ന് പറയുന്ന ആംഗിൾ എത്രയാ? 110 ഡിഗ്രി. ബോത്ത് ദീസ് ആംഗിൾസ് ആർ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഈ രണ്ട് കോണുകളും 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ്. ഓർ ബോത്ത് ആർ എന്താണ്? ബൃഹത്ത് കോണുകളാണെന്ന് പറയും, അല്ലെ? ബോത്ത് ആർ എന്താ പറയുക? ഒബ്റ്റ്യൂസ് ആംഗിൾസ് എന്ന് പറയാം. മലയാളത്തിൽ ബൃഹത്ത് കോൺ എന്ന് പറയും. എപ്പോഴാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടുക? ബൃഹത്ത് കോൺ കിട്ടുക? നമുക്കറിയാം, വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കള് വൃത്തത്തിന് അകത്തെ ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാറ്? എന്ത് കിട്ടുക? ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടുക, ബൃഹത്ത് കോൺ കിട്ടുക. ഇഫ് യു ആർ ജോയിങ് ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഡയാമീറ്റർ ടു എ പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ then we will get an obtuse angle. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം QS വ്യാസമായി വൃത്തം വരച്ചാൽ P എന്ന് പറയുന്ന ബിന്ദുവും R എന്ന് പറയുന്ന ബിന്ദുവും വൃത്തത്തിന്റെ അകത്തെ ബിന്ദുക്കളായിരിക്കും. Both these points P and R are inside the circle if we are drawing a circle with QS as diameter. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണക്കിലേക്ക് പ്രവേശിക്കാം. അടുത്തൊരു കണക്ക് നമുക്ക് നോക്കാം. വളരെ ലളിതമായ ഒരു കണക്കാണ്. വശങ്ങൾ 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണത്തിന്റെ ഓരോ വശവും വ്യാസമായി വൃത്തം വരച്ചാൽ മൂന്നാമത്തെ മൂല വൃത്തത്തിൽ എവിടെയായിരിക്കും എന്ന് കാണുക. ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് ദി സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ and the sides of the triangles are given as 5 centimeter, 12 centimeter and 30 centimeter, then where will be the position of the third vertex? മൂന്നാമത്തെ മൂല എവിടെയായിരിക്കും? അപ്പം നമുക്ക് ഇവിടെ മൂന്ന് വശങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? 5, 12, 13. ഈ മൂന്ന് വശങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ വശങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഇത് എന്തെങ്കിലും തരത്തിലുള്ള ത്രികോണത്തിന്റെ എന്തെങ്കിലും സൂചന നമുക്ക് ത്രികോണത്തെ കുറിച്ച് നൽകുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇവിടുത്തെ ചെറിയ വശങ്ങൾ 5ഉം 12ആണ്. ഞാൻ അതിൻ്റെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പോവുക. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വരിക? 25 പ്ലസ് 144 സമം എത്ര വരും? 169. ഇനി മൂന്നാമത്തെ വലിയ വശത്തിന്റെ സ്ക്വയർ നോക്കിയേക്കാം. 13 സ്ക്വയർ സമം 169. എന്താ അർത്ഥം? ഈ ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകയാണ് മൂന്നാമത്തെ വശത്തിന്റെ വർഗം. ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ടു small size are equal to the square of the large side. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബേസ് സ്ക്വയർ അല്ലേ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയാം, അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തന്ത്രം. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? therefore this is a right triangle and we know the angle opposite to large side is 90 degree. അപ്പോൾ ഇതായിരിക്കും 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ത്രികോണത്തിന് ABC എന്ന പേര് കൂടെ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് BC ആസ് ഡയാമീറ്റർ, നമുക്ക് കാര്യം അറിയാം, ഇത് 90 ഡിഗ്രി ആയി. അപ്പോൾ വാട്ട് അബൌട്ട് ദീസ് ടു ആംഗിൾസ്?
ഈ രണ്ട് ആംഗിളും ഈ മട്ടത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ മട്ടത്രികോണത്തിലെ ദി അതർ ടു ആംഗിൾസ് വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ? ഇത് 90 ഡിഗ്രി ആയാലും ഇത് രണ്ടും എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും. ഇവിടെ ബി സി വ്യാസമായി നമ്മൾ വൃത്തം വരച്ചാൽ, ബി സി വ്യാസമായി വൃത്തം വരയ്ക്കുമ്പോൾ ഒരു ബിന്ദു പിന്നെ ഏതാണ്? എ എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. അതിനല്ലാത്തൊരു വെർട്ടെക്സ്, അത് 90 ഡിഗ്രി താഴെ ആയതുകൊണ്ട് എ വിൽ ബി ഔട്ട്സൈഡ് സർക്കിൾ, എന്ന ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കും. ഇനി നമ്മൾ എ ബി എന്ന് പറയുന്ന വശം നമ്മൾ വ്യാസമായി വൃത്തം വരച്ചാൽ അപ്പൊ സി എന്ന് പറയുന്ന ബിന്ദു അതും വൃത്തത്തിന്റെ വെളിയിലായിരിക്കും. കാരണം എന്താ? അതും 90 ഡിഗ്രി കുറവാണ്. അതേസമയം if you draw a circle with AC as diameter, AC വ്യാസമായി വൃത്തം വരച്ചാൽ ബി എന്ന് പറയുന്ന ആംഗിള് 90 ഡിഗ്രി ആയതുകൊണ്ട് അത് എവിടെയായിരിക്കും? വൃത്തത്തിലെ ബിന്ദുവായിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒന്ന് ബി സി വ്യാസമായി വൃത്തം വരച്ചാൽ എ വൃത്തത്തിന് വെളിയിലായിരിക്കും, എ ബി വ്യാസമായി വൃത്തം വരച്ചാൽ സി വൃത്തത്തിന് വെളിയിലായിരിക്കും. അതിന് കാരണം എന്താ? എയും സിയും 90 ഡിഗ്രികൾ കുറവാണ്. അതേസമയം എ സി വ്യാസമായി വൃത്തം വരച്ചാൽ അപ്പോൾ നമ്മുടെ ആംഗിൾ ബി എന്ന് പറയുന്നത് അത് വൃത്തത്തിലെ ബിന്ദുവായിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തുള്ള ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ച് ആശയങ്ങളുടെ കടന്നു പോകുന്നത്, എല്ലാവരും ഈ ആശയങ്ങൾ വെച്ച കണക്കുകൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.